ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ ജോണി പള്ളിപ്പാട്, സ്ഥാനാർത്ഥികളായ ശ്രീ ബാബു സാനി, ശ്രീ കെ പി അയ്യപ്പൻ, നൈജോ ജോർജ്, പാലിശ്ശേരി ഡിവിഷന്റെ ചാർജുള്ള ശ്രീ എ ഡി പോളി, ശ്രീ ജോയി പാലാട്ടി, ശ്രീമതി റോസി പോൾ, സ്നേഹമുള്ള കോൺഗ്രസിന്റെ നേതാക്കളെ, സഹപ്രവർത്തകരെ, പ്രിയ നാട്ടുകാരെ, ഈ വരുന്ന 9-ാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സാരഥികളെ വൻ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥി ശ്രീ ഷൈജോ പോൾ പറമ്പി നേതൃത്വം കൊടുക്കുന്ന പര്യടന പരിപാടി ഏതാനും സമയങ്ങൾക്കകം ഈ പള്ളിയങ്ങാടിയിൽ എത്തിച്ചേരുകയാണ്. പ്രിയമുള്ളവരെ, 1953 കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് രൂപം കൊണ്ട കാലം മുതൽ ഈ 72 വർഷക്കാലങ്ങളിൽ ഒരു 8.5 വർഷക്കാലം മാത്രമാണ് ഇടതുപക്ഷ മുന്നണിക്ക് കറുകുറ്റി പഞ്ചായത്ത് ഭരിക്കാൻ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ അവസരം കൊടുത്തിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, ഇവരിപ്പോൾ പ്രസംഗിക്കുന്നത് കറുകുറ്റി പഞ്ചായത്തിൽ പാഴായ 15 വർഷമെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ 24 അംഗൻവാടികൾ ഉള്ളതിൽ 24 അംഗനവാടികൾക്കും സ്വന്തമായി കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമൊരുക്കിയ ഒരു ഭരണസമിതിയാണ് കറുകുറ്റി പഞ്ചായത്തിൽ ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ ജോയ് പാലാട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന കാലത്ത് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജെയിംസ് വലിയാൻ ചെണ്ടിയാറുകുളത്തിന് സമീപം 55 സെന്റ് സ്ഥലം വാങ്ങിച്ചുകൊണ്ട് അവിടെ ഒരു കാർഷിക മാർക്കറ്റ് പണിയുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയി. കഴിഞ്ഞ ഭരണസമിതി അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ ആ സ്ഥലം BTR-ൽ നിലമായി കിടന്നതുകൊണ്ട് 25 സെന്റ് മുകളിലുള്ള സ്ഥലം സ്വഭാവ വ്യതിയാനം വരുത്തണമെങ്കിൽ വസ്തുവിന്റെ സർക്കാരിട്ട വിലയുടെ 10% അടയ്ക്കണം. അങ്ങനെ ഈ 55 സെന്റ് സ്ഥലത്തിന് 39 ലക്ഷം രൂപ അടയ്ക്കാനാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. നിർഭാഗ്യവശാൽ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് കുറവായതുകൊണ്ട് കഴിഞ്ഞ ഭരണസമിതി ആ പൈസ അടയ്ക്കാതെ ഇപ്പോൾ വന്ന ശ്രീമതി ലതിക ശശികുമാറും ശ്രീ ഷൈജോ പോൾ പറമ്പി, ശ്രീ കെ പി അയ്യപ്പനും മിനി ഡേവിസും റോസി പോളും ഉൾപ്പെടുന്ന ഈ ഭരണസമിതി നമ്മുടെ പ്രിയപ്പെട്ട MLA ഇടപെട്ട് ആ 39 ലക്ഷം രൂപ സൗജന്യമാക്കിക്കൊണ്ട് ആ സ്ഥലം നമുക്ക് സ്വഭാവ വ്യതിയാനം വരുത്തിയ വസ്തുവാക്കി മാറ്റാൻ ഇപ്പോഴത്തെ ഭരണസമിതിക്കായി. പ്രിയമുള്ളവരെ, അതോടൊപ്പം തന്നെ അവിടെ ഒരു സ്മാർട്ട് കൃഷിഭവൻ നിർമ്മിക്കുന്നതിന് വേണ്ടി 1.5 കോടി രൂപ അനുവദിപ്പിച്ചുകൊണ്ട് അതിന്റെ തറക്കല്ലിടാൻ ഈ ഭരണസമിതിക്കായി. പ്രിയമുള്ളവരെ, ഇവര് പറയുന്നത് കറുകുറ്റി പഞ്ചായത്തിന്റെ പാഴായി പോയ 15 വർഷമെന്നാണ്. 2005 അഡ്വക്കേറ്റ് KK ഷിബു ഭരണം നിർത്തി 2010 പോയപ്പോൾ ശ്രീമതി ഷൈനി ജോർജ് പഞ്ചായത്ത് പ്രസിഡന്റായി വന്നപ്പോൾ 2 കോടി രൂപയോളം ജില്ലാ സഹകരണ ബാങ്കിൽ ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടി ലോൺ എടുത്തതുകൊണ്ട് കുടിശ്ശിക വരുത്തിക്കൊണ്ട് 2 കോടി രൂപ ബാധ്യത വെച്ചുകൊണ്ടാണ് ശ്രീമതി ഷൈനി ജോർജ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്നത്. ആ കടമെല്ലാം വെട്ടിക്കൊണ്ട് നമ്മൾ മുണ്ട് കുറുക്കി കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് പഞ്ചായത്തിന്റെ വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് കറുകുറ്റി ഗ്രാമപഞ്ചായത്തിൽ എറണാകുളം ജില്ലയിൽ 82 പഞ്ചായത്തുള്ളതിൽ ഒന്നാമതാകാൻ 100% ബില്ലിംഗ് ടാക്സ് പിരിച്ചുകൊണ്ട് യൂസർ ഫീ പിരിച്ചുകൊണ്ട് എറണാകുളം ജില്ലയിൽ ഒന്നാമതും സംസ്ഥാനത്തെ 900 ജില്ലാ പഞ്ചായത്തുകളുള്ളതിൽ 26-ാം സ്ഥാനത്തെത്താൻ കറുകുറ്റി പഞ്ചായത്തിന് ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്ത ശ്രീമതി ലതിക ശശികുമാറിനും ഷൈജോ പോൾ പറമ്പിക്കും KP അയ്യപ്പനും റോസി പോളിനും മിനി ഡേവിസിനുമായി. പ്രിയമുള്ളവരെ, അപ്പൊ ഇപ്പൊ അവർ പറയുന്നത് കറുകുറ്റിയുടെ വികസനം പടവലങ്ങിയ പോലെ വാടവയ്ക്കാണെന്നാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മത്തായി ചേട്ടൻ മുളവരിക്ക് മത്തായി ചേട്ട നല്ല കർഷകനല്ലേ? പടവലങ്ങ മൂല
മാഷ് പ്രസംഗിക്ക് പറയണ പടവലങ്ങ വാഴയ്ക്കാണ്. പക്ഷെ വേറൊരു ക്യാപ്ഷൻ, മാഷ് വരും മാറ്റം വരുമെന്നാണ്. മാഷും വരില്ല, മാറ്റവും വരില്ല. ഐക്യ ജനാധിപത്യ മുന്നണി നല്ല ചുണക്കുട്ടന്മാരായ ചുണക്കുട്ടികളായ 19 സ്ഥാനാർത്ഥികളെയാണ് കറുകുറ്റി പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി പുതിയ ഭരണ നേതൃത്വത്തിലേക്ക് വരാൻ വേണ്ടി മത്സരിപ്പിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട ഈ വാർഡിന്റെ പ്രിയങ്കരനായ ശ്രീ ബാബു സാനി 14ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ശ്രീമതി ലതിക ശശികുമാർ മത്സരിക്കുന്നു. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മളിൽ ഒരുവനായ സായിജോ പോൾ പറമ്പി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു. 13ാം വാർഡിൽ നിന്ന് നമ്മളിൽ ഒരുവനായ ശ്രീ നൈജോ ജോർജ് പൈനാടത്ത് മത്സരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ത്യയിലെ ജനകോടികളുടെ ഹൃദയങ്ങളിൽ ഇന്നും ആരാധിക്കുന്ന അനശ്വരയായ ഇന്ദിരാ പ്രിയദർശിനി അനുഗ്രഹിച്ച് ആശീർവദിച്ച് നൽകിയ കയ്യടയാളത്തിൽ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സജോബ് പറമ്പി ഇതാ പള്ളിയങ്ങാടിയിലേക്ക് കടന്നു വരുന്നു. നിങ്ങളെ നേരിൽ കാണാൻ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം കയ്യടയാളത്തിൽ രേഖപ്പെടുത്തൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മളിൽ ഒരുവനായ സജോബ് പറമ്പി ഇതാ തുറന്ന വാഹനത്തിൽ തുറന്ന മനസ്സുമായി ഇതാ പള്ളിയങ്ങാടിയിലേക്ക് കടന്നു വരുന്നു. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. കറുകുറ്റിയുടെ ഗ്രാമാന്തരങ്ങളെ പുളകച്ചാർത്തണിയിച്ചുകൊണ്ട് നമ്മളിൽ ഒരുവനായ നമുക്കെല്ലാം പ്രിയപ്പെട്ട സജോബ് പറമ്പിയും ലതിക ശശികുമാറും ശ്രീ ബാബു സാനിയും നൈജോ ജോർജ് പൈനാടത്തും ഇതാ ഈ കവലയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നിങ്ങളെ നേരിൽ കാണാൻ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം കയ്യടയാളത്തിൽ രേഖപ്പെടുത്തൂ.